ഹലോ നമസ്കാരം. മൈൻഡ്സൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷാന. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കേണ്ട ചില വ്യക്തികളെ കുറിച്ചാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെന്ന് വിചാരിക്കുക. നിങ്ങൾ തമ്മിൽ ഡെയിലി കോണ്ടാക്റ്റ് ഉണ്ട്, കോളും ടെക്സ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണോ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്. സോ ഹൗ ടു ഐഡൻറ്റിഫൈ ഇറ്റ്സ് എ ടോക്സിക് റിലേഷൻഷിപ്പ്? ആ വ്യക്തിയിൽ കാണുന്ന ചില സ്വഭാവങ്ങൾ എന്തൊക്കെയായിരിക്കും നമുക്ക് നോക്കാം. നമ്പർ 1, അവർക്ക് നിങ്ങളെ ചാറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഫേവറേറ്റ് ആയിരിക്കും. നിങ്ങളെ നന്നായിട്ട് കെയർ ചെയ്യും, സ്നേഹിക്കുകയൊക്കെ ചെയ്യും, നന്നായിട്ട് പാമ്പർ ചെയ്ത് കൊണ്ട് നടക്കും, ഭയങ്കര സ്നേഹമായിരിക്കും ചാറ്റിങ്ങിലൊക്കെ. പക്ഷെ നേരിട്ട് കാണുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ അംഗീകരിക്കാനും നിങ്ങളുടെ കൂടെ നിൽക്കാനൊക്കെ അവർക്ക് ഭയങ്കര മടിയായിരിക്കും. നമുക്കിതിനെ ഒരു ടെക്സ്റ്റേഷൻഷിപ്പ് എന്നൊക്കെ വിളിക്കാം. അതായത് മറ്റുള്ളവരിൽ നിന്ന് ഹൈഡ് ചെയ്ത് കൊണ്ട് നടക്കേണ്ട ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് അവരിതിനെ കാണുന്നത്. മേ ബി ഇത്തരം ആളുകളിൽ നിങ്ങളല്ലാതെ വേറെയും റിലേഷൻഷിപ്പ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല, നിങ്ങളായിരിക്കില്ല അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു ചിലരുണ്ടായിരിക്കും. നിങ്ങളെക്കാൾ വലുത് അവർക്ക് അവർ തന്നെ ആയിരിക്കും. നിങ്ങളെ മേ ബി ഒരു സൈഡ് ചിക്കൊക്കെ ആയിട്ടായിരിക്കും അവർ കാണുന്നത് എന്ന് മനസ്സിലാക്കുക. നമ്പർ 2, മൂഡിനനുസരിച്ച് മാത്രം തോന്നുന്ന ഒരു ഇഷ്ടം. അതായത് ചിലപ്പോൾ നിങ്ങളോട് നല്ല സ്നേഹം കാണിക്കും, ഭയങ്കര അടുപ്പും നിങ്ങളോടുള്ള ലവ് ഒക്കെ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യും. എന്നാൽ മറ്റു ചിലപ്പോൾ നിങ്ങളെ തീരെ മൈൻഡ് ചെയ്യില്ല, ഒരു സ്ട്രേഞ്ചേഴ്സ് എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളോട് അവർ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ആളുകൾ പറയുമ്പോൾ ഒന്നുകിൽ ഒരു ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഇൻസ്റ്റെബിലിറ്റി ഉള്ളവരായിരിക്കും. പരമാവധി ഇത്തരം ആളുകളിൽ നിന്ന് ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുക. കാരണം ഇവരുടെ ഈ ഒരു പ്രവൃത്തി എന്ന് പറയുമ്പോൾ അത് നമ്മളെ നല്ല രീതിയിൽ വേദനിപ്പിക്കും, നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ ഇവർക്കിത് മനസ്സിലാവില്ല. ഇവർക്ക് തോന്നുമ്പോൾ, ഇവർക്ക് മൂഡ് തോന്നുമ്പോൾ മാത്രമായിരിക്കും ഇവർ നമ്മളോട് നല്ല രീതിയിൽ സംസാരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. ഇത്തരം റിലേഷൻഷിപ്പിൽ നിന്ന് പെട്ടെന്ന് തന്നെ പുറത്തു വരിക. കാരണം ഇത്തരം റിലേഷൻഷിപ്പിൽ പൊതുവെ ഒരു ട്രോമ ബോണ്ടിങ് ഉണ്ടാവാനും നമുക്കതിൻ്റെ ഭാഗമായിട്ട് ഒരു അഡിക്ഷൻ തോന്നാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൂപ്പിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ പുറത്ത് കിടക്കാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉടൻ തന്നെ പുറത്തു വരാൻ ശ്രമിക്കുക. നമ്പർ 3, നിങ്ങളുമായിട്ടുള്ള ബന്ധം ഡിഫൈൻ ചെയ്യാൻ മടിയുള്ളവർ. അതായത് പ്രണയമാണോ? അല്ല. സൗഹൃദമാണോ? അതുമല്ല. അവരുടെ സൗകര്യത്തിനനുസരിച്ച് അത് പ്രണയമാവും, ഫ്രണ്ട്ഷിപ്പാവും, സിറ്റുവേഷൻഷിപ്പാവും. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ലേബലൊന്നും ഇല്ലാത്തൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും ഇത്. നമ്മൾ അങ്ങോട്ട് ചോദിച്ചാലും നമുക്ക് ക്ലാരിറ്റി ഉള്ള ഒരു ആൻസർ കിട്ടാൻ പോണില്ല എന്നുള്ളതാണ്. ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഇതിൻ്റെ ക്ലാരിറ്റി എന്നൊക്കെ പറഞ്ഞ് അവർ മുങ്ങാനുള്ള നല്ല സാധ്യതയുണ്ട്. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കൂ. ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ അവരിൽ നിന്ന് കിട്ടാൻ പോണില്ല എന്ന് മാത്രമല്ല, ഇത് അവരെ നല്ല രീതിയിൽ ട്രിഗർ ചെയ്യും. അവർ നിങ്ങളോട് ദേഷ്യപ്പെടാനും ഇമോഷണൽ ആവാനൊക്കെ സാധ്യതയുണ്ട്. ചിലപ്പോൾ അവർ ചോദിക്കും, നിനക്ക് എന്നെ വിശ്വാസമില്ലേ, അല്ലെങ്കിൽ സംശയമാണോ, എന്തിനാ ഇതൊക്കെ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കുന്നത്? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കും. സെൻറ്റി അടിച്ചിട്ടാണെങ്കിലും അവർ നമ്മളെ വീഴ്ത്തും. ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടി നമ്മൾ നമ്മുടെ മാനസികാരോഗ്യം നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്പർ 4, അവരുടെ എക്സിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നവർ. അതായത് ചില ആളുകളുണ്ട് എപ്പോഴും അവരുടെ എക്സിനെ കുറിച്ച്, അല്ലെങ്കിൽ അവർക്ക് പാസ്റ്റിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ കുറിച്ച് മാത്രം സംസാരിക്കുന്നവർ. ഇത്തരം ആളുകളുടെ മനസ്സിൽ നിങ്ങളില്ല എന്നുള്ളതാണ്. അതായത് എക്സിനെ കുറിച്ച് സംസാരിക്കുന്നത് തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. 24 hours എക്സിനെ കുറിച്ച് മാത്രം സംസാരിക്കുക. നിങ്ങളുടെ ഇടയിൽ വേറെയുള്ള ടോപ്പിക്കുകളൊന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അവർക്ക് യാതൊന്നും സംസാരിക്കാനില്ല. എപ്പോൾ നോക്കിയാലും അവരുടെ എക്സിനെ കുറിച്ച് മാത്രം പറയും. നിങ്ങൾ പറയുന്നത് കേൾക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനോ ഒന്നും അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരുടെ മനസ്സിൽ നിങ്ങളല്ല, ഇപ്പോഴും അവരുടെ എക്സ് തന്നെയാണ് ഉള്ളത്. നിങ്ങളെക്കാൾ കൂടുതൽ ആ മനസ്സിൽ അവർക്ക് തന്നെയാണ് ഇപ്പോഴും സ്ഥാനം. മേ ബി അവർ ആ റിലേഷൻഷിപ്പിൽ നിന്നൊരു ഹീലിങ്ങിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ആ ബ്രേക്കപ്പ് പെയിൻ മാറാൻ വേണ്ടിയിട്ടൊക്കെ, അതിൽ നിന്നൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി മാത്രം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു റീബൗണ്ട് റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങളുമായിട്ടുള്ളത്. അല്ലാണ്ട് നിങ്ങളോട് അവർക്ക് വേറെ പ്രത്യേകിച്ച് അറ്റാച്ച്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻസും തരാത്ത ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞ് സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടുത്തിയിട്ട് വെറുതെ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരുന്ന, നിങ്ങൾക്ക് പ്രയോറിറ്റി തരുന്ന, വേണ്ട രീതിയിലുള്ള റെസ്പെക്റ്റും സ്നേഹമൊക്കെ തരുന്ന ഒരാളുമായിട്ടാണ് നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. നമ്പർ 5, ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കാൻ ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ.
അതായത് ചില വ്യക്തികളുണ്ട്, അവർ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യും, കോൾ ചെയ്യും, ടെക്സ്റ്റ് ചെയ്യും ഒക്കെ ചെയ്യും, മണിക്കൂറുകൾ സംസാരിക്കും. അവരവരുടെ ഡെയിലി ലൈഫിലുണ്ടായ കാര്യങ്ങളെക്കുറിച്ചും ഒരുപാട് ഇൻറ്റിമേറ്റ് ആയിട്ട് സംസാരിക്കും. നിങ്ങൾ തമ്മിൽ റൊമാൻറ്റിക് ടോക്സ് ഒക്കെ ഉണ്ടായിരിക്കും. മേ ബി പുറത്ത് കറങ്ങാൻ പോവലും അതുപോലെ മൂവിക്ക് പോവലും എല്ലാം ഉണ്ടായിരിക്കും. എന്നിരുന്നാലും ഫ്യൂച്ചറിനെ കുറിച്ച് പറയാൻ മാത്രം അവർക്ക് ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. അവരുടെ സംസാരത്തിനിടയിൽ ആ ടോപ്പിക്ക് കയറി വരാനേ പോണില്ല. ഇനി നിങ്ങളായിട്ട് ഇനിഷ്യേറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് പറഞ്ഞാലും അവർ ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് കാണിക്കില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ അതിൽ നിന്ന് പിൻവലിയും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ച് നോക്കൂ. ഇതായിരിക്കും സംഭവിക്കുന്നത്. സോ ഇത്തരം ആളുകളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്യുക. കാരണം അവർക്ക് നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ താല്പര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. സംഭവം അവർക്ക് നിങ്ങളെ സ്നേഹിച്ച് നടക്കാനൊക്കെ താല്പര്യമുണ്ട്, പക്ഷെ നിങ്ങളുമായിട്ടുള്ള ഒരു ഭാവി അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ലൈഫ് പാർട്ട്ണർ ആക്കാൻ അവർക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. സോ ഞാൻ ഈ പറഞ്ഞ 5 പോയിന്റ്സ് ഉള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ 5 സ്വഭാവങ്ങളുള്ള വ്യക്തിയുമായിട്ടാണ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് എങ്കിൽ ഇപ്പം തന്നെ അത് ബ്രേക്കപ്പ് ചെയ്യുക, അയാളിൽ നിന്ന് ഇറങ്ങിപ്പോരുക, നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവരെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ഇപ്പം ചെയ്തില്ലെങ്കിൽ പിന്നീട് നിങ്ങൾ ഒരുപാട് വേദനിക്കേണ്ടി വരും. അവർ നിങ്ങൾക്ക് ഒരുപാട് ട്രോമ തന്ന്, നിങ്ങൾക്ക് ഒരുപാട് വിഷമം തന്ന്, നിങ്ങളെ മെൻ്റലി നല്ല രീതിയിൽ തകർത്തിട്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോവുക. അതിൽ നിന്നൊരു ഹീലിംഗ് പിന്നെ അത്ര ഈസി ആയിരിക്കില്ല. സോ അതിനു മുമ്പ് ഇപ്പം തന്നെ നിങ്ങൾക്കത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്കപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ താഴെ രേഖപ്പെടുത്തുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്